ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷികാസ് കഫേ. ഇന്നൊരു നാടൻ പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇന്നിപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുറേ പേര് പറയാറുണ്ട് തട്ടുകടയത്തെ അതേ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിലും നമ്മൾ വീട്ടിൽ പഴംപൊരി തയ്യാറാക്കുമ്പോൾ തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു പെർഫെക്ഷനോട് കൂടി കിട്ടാറില്ല എന്നുള്ളത്. അപ്പോൾ തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു പെർഫെക്ഷനോട് കൂടി കിട്ടാൻ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു 1-2 ടിപ്സ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ പഴംപൊരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴംപൊരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു 3/4 കിലോ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഴം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം എടുക്കണം. അപ്പോഴായിരിക്കും പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് കറുത്ത് പോയ പഴം കൊണ്ട് ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം സൈസിൽ പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ വലിയ പീസായിട്ടാണ് പഴംപൊരി ഉണ്ടാവുക. അപ്പോൾ അതേ രീതിയിലാണ് ഞാനും പഴംപൊരി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴം 2ആക്കി മുറിച്ചിട്ട് ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തെടുത്താലും മതി. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ആകുമ്പോൾ അധികം ഓയിൽ വേണ്ടി വരില്ല. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് പഴംപൊരി തയ്യാറാക്കുമ്പോൾ പഴം മുങ്ങിക്കിടക്കാനുള്ള രീതിയിലുള്ള ഓയിൽ വേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ എല്ലാ പഴവും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പഴം പൊരിക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദയാണ് ഉപയോഗിക്കുന്നത്. തട്ടുകടയിലൊക്കെ മൈദ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പഴംപൊരി തയ്യാറാക്കാറുള്ളത്. ഒരു 1.25 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3/4 കിലോ പഴം പൊരിക്കാൻ 1.25 കപ്പ് മൈദപ്പൊടി മതിയാകും. പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ബാക്കി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ ബാറ്ററി ലൂസാവും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം നമ്മൾ നോക്കിയിട്ട് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കണം എന്നറിയണത്. ഞാനിപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവാണ് ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ളു ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മാവ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കുക. അതിന് പകരം ഈ ഒരു മാവ് 3-4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. തട്ടുകടകളിലൊക്കെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് തന്നെയാണ് പഴംപൊരി തയ്യാറാക്കാറുള്ളത്. അപ്പോൾ 2 നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മാവ് മിക്സ് ചെയ്തെടുക്കാം. പഴംപൊരിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ മിസ്സായതാണ്. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ പഴം പൊരിക്കാനുള്ള എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കഷ്ണങ്ങൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓരോ പഴം കഷ്ണങ്ങൾ മാവിൽ നന്നായി മുക്കിയ ശേഷം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ പഴം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ പഴം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ നമ്മൾ പഴം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് പൊങ്ങി വരും. ആ ഒരു പൊങ്ങി വരുന്നതാണ് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു പെർഫെക്ഷനിൽ പഴംപൊരി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഴം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം. അപ്പോഴേ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള പഴംപൊരി നമുക്ക് കിട്ടുള്ളൂ. പഴം കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നാൽ മാത്രമേ പഴവും അതുപോലെ മാവൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ നല്ല ചൂടോടുകൂടി എണ്ണയിലേക്ക് പഴം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവരുത്. ഒരു 2 നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ കൂടി പോയാൽ എണ്ണ നന്നായിട്ട് പിടിക്കും പഴംപൊരിയിൽ. ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് കറക്റ്റാണ്. പഴംപൊരിയിൽ എണ്ണ ഒന്നും പിടിക്കില്ല, കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ആയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ബാക്കിയുള്ള പഴങ്ങളും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തട്ടുകട സ്റ്റൈലിലുള്ള പഴംപൊരി തയ്യാറാക്കാൻ ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് മാവിൻ്റെ കൺസിസ്റ്റൻസി, അതുപോലെ നമ്മൾ പഴം പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ പഴം പൊങ്ങി വരുള്ളൂ. പിന്നെ നമ്മൾ പഴം എടുക്കുന്നത് അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്